നമസ്കാരം. ഓണക്കാലമാണ്. ഏത് സദ്യയിലായാലും, ഓണസദ്യയിലായാലും വിഷു സദ്യയിലായാലും, ഇനി പിറന്നാൾ സദ്യയോ മറ്റ് വിശേഷപ്പെട്ട അവസരങ്ങളോ അങ്ങനെ ഏത് അവസരങ്ങളിലും നമ്മൾ തയ്യാറാക്കുന്ന സദ്യകളിൽ പപ്പടമില്ലാതെ നമുക്കൊരു സദ്യ ചിന്തിക്കാനാവില്ല. അങ്ങനെ 18 വർഷമായിട്ട് കോട്ടയം മണർകാട്ട് ഗുരുവായൂർ ലയാസ് എന്ന പേരിൽ പപ്പട നിർമ്മാണം നടത്തുന്ന പ്രകാശൻ ചേട്ടന്റെ ഗുരുവായൂർ ലയാസ് കടയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ചേട്ടൻ ഗുരുവായൂർ സ്വദേശിയാണ്. ഗുരുവായൂരിന് മലപ്പുറം റൂട്ടിൽ ഒരു 15 കിലോമീറ്റർ സഞ്ചരിക്കണം. എരമംഗലം എന്നാണ് ചേട്ടന്റെ സ്വദേശത്തിന്റെ പേര്. 18 വർഷമായിട്ട് ചേട്ടനും ചേട്ടന്റെ ഒരു ബന്ധുവും സുഹൃത്തുക്കളും കൂടെ ചേർന്നാണ് ഇവിടെ പപ്പട നിർമ്മാണം നടത്തുന്നത്. അപ്പം പ്രകാശൻ ചേട്ടന്റെ ഗുരുവായൂർ ലയാസ് എന്ന പപ്പട കടയിലാണ് ഈ ഓണക്കാലത്ത് നമ്മൾ പപ്പട നിർമ്മാണത്തിന്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് എത്തിയിരിക്കുന്നത്. 5 തരം പപ്പടമാണ് പ്രകാശൻ ചേട്ടന്റെ ഗുരുവായൂർ ലയാസ് എന്ന ഈ കടയിൽ ഉണ്ടാക്കുന്നത്. നമ്മൾ പരിപ്പിനൊപ്പവും പായസത്തിനൊപ്പവും ഒക്കെ ഇളക്കി കഴിക്കുന്ന ആ പപ്പടം, അതുകൂടാതെ ബോളി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പപ്പടം, ഇത് കൂടാതെ കുരുമുളക് പപ്പടമുണ്ട്, അപ്പളമുണ്ട്, തമിഴ്നാടിന്റെ പപ്പടം അപ്പളമുണ്ട്, അതുകൂടാതെ കുട്ടിപ്പപ്പടമുണ്ട്. എന്തായാലും നമുക്ക് പ്രകാശൻ ചേട്ടന്റെ ഗുരുവായൂർ ലയാസ് കടയിലെ പപ്പടം ഉണ്ടാക്കുന്നതിന്റെ വിശേഷങ്ങൾ ഈ ഓണക്കാലത്ത് കണ്ടുവരാം. ഇപ്പം നമ്മുടെ കൂടെ ഗുരുവായൂർ ലയാസിന്റെ പ്രൊപ്പറേറ്റർ ആയിട്ടുള്ള പ്രകാശൻ ചേട്ടനുണ്ട്. നമുക്ക് ചേട്ടനോട് തന്നെ ഇതിന്റെ നിർമ്മാണ പ്രക്രിയ ചോദിച്ചറിയാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എങ്ങനെയാണ് നമ്മൾ എവിടെയാണ് ഇതിലാണോ മാവ് കുഴയ്ക്കുന്നത്? മാവ് കുഴയ്ക്കുന്നത് അല്ലേ? അത് ശരി. കുഴച്ച് കഴിഞ്ഞു. ഇതിൽ എത്ര കിലോ മാവ് കുഴയ്ക്കാൻ പറ്റും? അതിലിപ്പോൾ ഒരു 8 കിലോ കുഴയ്ക്കാൻ പറ്റും. ഇവിടെ കുഴച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരും. കുഴച്ച് ആ മാവ് ഇതെങ്ങനെ ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇവിടെ കുഴച്ച് മാവ് എടുത്തിട്ട് ഇത് വർക്ക് ചെയ്യും. ആണ്. അതിങ്ങനെ ഈ മെഷീനകത്തിട്ട് ഇത് വീണ്ടും പല പ്രാവശ്യം ചെയ്യും. പാകാവുന്നവരെ ആണ് ചെയ്യണം. ഇത് ഷീറ്റാക്കും. ഷീറ്റാക്കുന്ന ആളും ഞാനല്ല. അത് ശരി. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോരുത്തരെ കൈകാര്യം ചെയ്യുന്നല്ലേ? ശരി. അങ്ങനെ ഇത് ഷീറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പാകം എങ്ങനെ? ഇത് നന്നായിട്ട് റെഡിയായോ? ഇതിന് ശബ്ദം ഓരോ പൊട്ടലി കേൾക്കാം. പൊട്ടലി കേൾക്കുമ്പോൾ റെഡിയായി. ഇപ്പൊ പൊട്ടുന്നുണ്ട്. ശരിയാ. ഈ പൊട്ടലി ഇങ്ങനെ കേൾക്കുമ്പോൾ പാകമായി എന്നുള്ള കോമളയും വരും. ആ ശരി. അപ്പൊ നന്നായിട്ട് പൊട്ടുന്നത്. ഈ പൊട്ടൽ കൂടി വരുമോ? ഇല്ല, ഇതുപോലെ തന്നെ ആണ്. ഇങ്ങനെ തന്നെ നിൽക്കും അല്ലേ? അത് അവിടെ നിന്ന് ആദ്യം പാകാക്കിയിട്ട് പിന്നെ നമ്മൾ ഇവിടെ പാകാക്കുന്നത്. അപ്പൊ പെട്ടെന്ന് പാകമായി വരും. ആണ്. ഇതിപ്പോ ഈ മെഷീനകത്ത് നമുക്ക് എത്ര കിലോ മാവ്? ഇത് എത്ര കിലോ വേണം നമുക്ക്? ഇതിപ്പോ ഒരു 2 കിലോ, 5 കിലോ 6 കിലോ വരെ കയറും അല്ലേ? ശരി. അപ്പൊ അത് ഷീറ്റായിട്ട് പിന്നെ നമ്മൾ ഒട്ടാതിരിക്കാൻ എണ്ണ മാറ്റണം. ഇതെല്ലാം എണ്ണ വരട്ടി മിനുസപ്പെടുത്തി വെക്കും അല്ലേ? മറുവശത്തും തേക്കും. ഇത് വെളിച്ചെണ്ണയാണോ തേക്കുന്നത്? അല്ല, ഇത് സൺഫ്ലവർ ഓയിൽ. അത് ശരി. ഇത് കഴിഞ്ഞ് പിന്നെ മെഷീനിൽ കയറ്റുന്നത്. അവിടെയാണ് അച്ചിനകത്ത് പപ്പടം ഓട്ടത്തിൽ കട്ട് ചെയ്ത് വരുന്നത് അല്ലേ? ഇപ്പം നമ്മൾ മാവ് ആട്ടി, അതായത് പപ്പടത്തിനുള്ള മാവ് കുഴച്ച് ആ മാവ് ഇവിടെ ഷീറ്റ് ആക്കുന്ന പരുവം നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഈ ഷീറ്റ് നമ്മൾ ആ മെഷീനിലേക്ക് കൊണ്ടുപോവുകയാണ്. പപ്പടത്തിന്റെ അച്ചുള്ള മെഷീനിലേക്ക് കൊണ്ടുപോവുകയാണ്. നമുക്ക് അവിടുന്ന് ബാക്കി കണ്ടുവരാം. കുറച്ചു മുമ്പേ നമ്മൾ കണ്ട മെഷീനിൽ കയറ്റാൻ പാകത്തിൽ പരത്തി വെച്ചിരിക്കുന്ന ആ ഷീറ്റ്, ആ മാവിന്റെ ഷീറ്റാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഇതിനി ഈ മെഷീനിലേക്ക് കയറ്റാൻ പോവുകയാണ്. ചേട്ടനാണ് ഇത് ചെയ്യുന്നത്. ചേട്ടൻ തുടങ്ങിക്കോളൂ. അതങ്ങനെ ആ ഷീറ്റ് ഈ മെഷീനിലേക്ക് കയറുകയാണ്. ആ ഷീറ്റ് മറുവശത്ത് നിന്ന്, ഈ മെഷീൻ്റെ മറുവശത്ത് നിന്ന് അത് നന്നായിട്ട് പരന്ന് വരികയാണ്. ഒരു പേപ്പർ കനത്തിൽ പരന്ന് വരികയാണ്. അത് അവിടുന്ന് ആ ചേട്ടൻ, പ്രകാശൻ ചേട്ടൻ, അത് പിടിച്ച് കൃത്യമായിട്ട് താഴോട്ടൊന്നും പോകാതെ പിടിച്ച് അടുത്ത ഭാഗത്തേക്ക് വെക്കുകയാണ്. അവിടെയാണ് അച്ചുള്ളത്. അവിടെയാണ് പപ്പടത്തിൻ്റെ അച്ചുള്ളത്. ആ അച്ചിലാണ് ഇതിങ്ങനെ ആ ഷീറ്റിൽ നിന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ പേപ്പർ പോലെ വരുന്ന ആ മാവ് പാളിയിൽ നിന്ന് പപ്പടത്തിൻ്റെ അച്ചിൽ നിന്ന് ആ പപ്പടം ഇങ്ങനെ മുറിഞ്ഞ് വരികയാണ്. കണ്ടോ? അതിൻ്റെ ബാക്കി മാവാണ് അപ്പുറത്ത് കാണുന്നത്. പപ്പടം അറ്റുപോയ ബാക്കി മാവാണ് അപ്പുറത്ത് കാണുന്നത്. ആയിട്ടത് വേർപെട്ട് വന്ന് അതിനി താഴേക്ക് വരികയാണ്. താഴെ ഒരു ബേസൻ വെച്ചിട്ടുണ്ട്. ആ ബേസനിലേക്ക് കൃത്യമായിട്ട് ഉള്ള അളവിൽ പപ്പടം വരുന്നുണ്ട്. ഒന്നിന് മേലെ ഒന്നായിട്ടാണ്. നമ്മുടെ കൺവെയർ ബെൽറ്റ് പോലെ, എയർപോർട്ടിലൊക്കെ കാണുന്ന കൺവെയർ ബെൽറ്റ് പോലെ അതിലൂടെ ഇങ്ങനെ നീങ്ങി വന്നാണ്
ഇതേ കണ്ട കൃത്യം ഒന്നിന് മേലെ ഒന്നായിട്ട് താഴെ വെച്ചിരിക്കുന്ന ബേസനിലേക്ക് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് കൃത്യമായിട്ട് നാല് ഇതായിട്ടല്ലേ ലെയർ ആയിട്ടാണുള്ളത്. 4 റോയാണ്. ആ 4 റോയിൽ ഒന്നിന് മേലെ ഒന്നായിട്ട് പപ്പടം കൃത്യമായിട്ട് വന്ന് വീഴുന്നുണ്ട്. ഒന്നുപോലും മാറി വീഴുന്നില്ല. ബാക്കി വരുന്ന ഈ മാവ് എന്ത് ചെയ്യും ചേട്ടാ? അത് വീണ്ടും ഉപയോഗിക്കും. വീണ്ടും മെഷീനിൽ കയറ്റി പരത്തി ഷീറ്റാക്കി കൊണ്ടുവരും അല്ലേ? അപ്പോൾ അച്ചിൽ വെച്ച് വന്ന് മുറിഞ്ഞു പോയതിൻ്റെ ബാക്കി മാവാണ്, നല്ല മാവ് തന്നെയാണ്. അതിനിയും വീണ്ടും മെഷീനിൽ കയറ്റി നമ്മൾ നേരത്തെ കണ്ട പോലെ പരത്തി ഷീറ്റാക്കി വന്ന് വീണ്ടും ഈ മെഷീനിലേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. കണ്ടോ, ഷേപ്പ്ലെസ് ആയിട്ട് വരുന്ന ചെറിയ കഷ്ണങ്ങളൊക്കെ അത് ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ അവർ അന്നേരം എടുത്ത് ആ മാവിൻ്റെ കൂട്ടത്തിലേക്ക് ആക്കുന്നുണ്ട്. നല്ല വട്ടത്തിൽ നല്ല ഷേപ്പിൽ വരുന്ന പപ്പടങ്ങൾ മാത്രമേ ഈ ഫൈനലായിട്ടുള്ള ഔട്ട്പുട്ടിൽ ഇവിടെ വരുന്നുള്ളൂ, ഈ ബേസനിൽ വരുന്നുള്ളൂ. ഈ ബേസനിൽ വരുന്ന ഈ പപ്പടമാണ് ബാക്കി ഇനിയും നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. പപ്പടം മേടിക്കാറുണ്ട് കേട്ടോ? ഞങ്ങൾ സ്ഥിരമായിട്ട് മേടിക്കാറുണ്ട്. എങ്ങനെയുണ്ട് പപ്പടം? നല്ല പപ്പടമാണ്, അതുകൊണ്ടാണ് നമ്മൾ മേടിക്കുന്നത്. ആണ്. ഏത് സാധാരണ പപ്പടമാണോ അതോ ഒരുവിധം സാധാരണ വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം വലിയ പപ്പടമാണ്. ഇത് ഓണത്തിനുള്ള പപ്പടമാണോ? ഓണാവശ്യത്തിനും കൂടി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓണത്തിനും കൂടി ഉപയോഗിക്കാൻ പറ്റും. ബേസനിലെത്തിയ ആ പപ്പടം ഉണക്കിയെടുക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അത് ചെയ്യുന്നത് ബാബു ചേട്ടനാണ്. ചേട്ടാ, ഇതെങ്ങനെയാ ഇതിന്റെ ഈ ഉണക്കുന്ന പരിപാടി എങ്ങനെയാ? ഉണക്കുന്നത് മഴക്കാലമായാലും ഇങ്ങനെ ഉണക്കും. ഇങ്ങനെ ഉണക്കുന്നത് പിന്നെ മേലെ കൊണ്ടുപോയി ചാക്ക് ഉണക്കിയിട്ട് ഈ ചാക്ക് എന്തിനാ ഈ ചാക്ക് ഇടുന്നത്? ചാക്ക് ഉണങ്ങാൻ വേണ്ടിയിട്ട് ആണ്. അല്ല, ഈ ചാക്കിന് എന്താ പ്രത്യേകത? സാധാരണ ചാക്കാണോ ഇത്? അല്ല, ഇത് ഉപ്പ് മുക്കിയുള്ള ചാക്കാം. ഉപ്പ് മുക്കി ഉണക്കിയ ചാക്കാണോ? എന്തിനാ ഉപ്പ് മുക്കി ഉണക്കിയ ചാക്ക് ഉപയോഗിക്കുന്നത്? ഇതിങ്ങനെ മൂടാനായിട്ട് ഓരോ പ്രാവശ്യം ഇതിങ്ങനെ വിരിച്ചിട്ട് എന്തിനാ അതിന്റെ മുകളിൽ വേറെ ചാക്കിട്ട് മൂടുന്നത് എന്തിനാ? അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ആണ്. ചാക്കില് ഓരോ ചാക്ക് ഇങ്ങനെ ചെക്കിയിടും. ഓരോ ചാക്കിങ്ങനെ ചെക്കിയിട്ടാൽ ഇതിന്റെ മേലെ ഒരു ചാക്ക് കൂടെ വരും. അങ്ങനെ അട്ടിയായിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് ഇങ്ങനെ മുഴുവൻ നിരത്തിയിട്ട് അതിന്റെ മുകളിലേക്ക് അടുത്ത മറ്റേ ഉപ്പ് മുക്കി ഉണക്കിയ ചാക്ക് അടുത്ത ചാക്ക് വിരിക്കും. അതെ. അപ്പൊ എത്ര സമയം എടുക്കും ഈ പപ്പടം ഉണങ്ങി കിട്ടാനായിട്ട്? അരമണിക്കൂർ കൊണ്ട് തന്നെ. അപ്പൊ വേഗം ഉണങ്ങി കിട്ടാനായിട്ടാണോ ഈ ഉപ്പ് മുക്കിയ ചാക്ക്? പപ്പട നിർമ്മാണത്തിന്റെ അവസാന ഘട്ടമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതും നമുക്ക് പ്രകാശൻ ചേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ, ഇതെന്താ പറഞ്ഞു, ഇനി എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് കഴിഞ്ഞ് ഉണക്കി കഴിഞ്ഞാൽ പിന്നെ മെഷീൻ വെച്ച് പൊടി കളയണം. ആണ്, മെഷീൻ വെച്ചാണ് പൊടി കളയുന്നത്. മെഷീൻ വെച്ചാൽ ഇപ്പൊ ചേട്ടനാ ചെയ്തു വെച്ചിരിക്കുന്നത് എന്താ? ഇത് പപ്പടം ആയി വരുന്നുള്ളൂ. ഇത്രയും വട്ടാവണം, അമർത്തി വട്ടാക്കണം, അമർത്തി വട്ടമാക്കണം. അത് ശരി, അതാണ് ഇപ്പൊ നടക്കുന്നത്. കൈകൊണ്ടാ ചെയ്യുന്നത്? എല്ലാം കൈകൊണ്ടാ. നമ്മൾ ആ ബേസനിൽ വന്ന് വീണപ്പോൾ അത് വളരെ ചെറിയ ഒരു വട്ടമായിരുന്നു. ഇപ്പൊ അത് ഇങ്ങനെ പൊടിയൊക്കെ ചേർത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കുറച്ചുകൂടെ വലിയ വട്ടമുള്ള പപ്പടമായി മാറി. പണ്ടൊക്കെ ഈ ഉഴുന്ന് വാങ്ങിച്ച് അരച്ചായിരുന്നു ഇത് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ എങ്ങനെയാ? ഉഴുന്ന് പൊടിയാണോ? ഇപ്പൊ മാവായിട്ട് കിട്ടും. ചാക്ക് 50 കിലോന്റെ മാവായിട്ട് കിട്ടും. അത് ചേർത്താണ്. എങ്ങനെയാ ഈ കോട്ടയത്ത്, ഗുരുവായൂരിൽ നിന്ന് കോട്ടയത്ത് മണർകാട്ട് എത്തിച്ചേരാനുള്ള സാഹചര്യം എങ്ങനെയായിരുന്നു? 18 വർഷം മുമ്പ് ഏത് സാഹചര്യത്തിലാണ് ഇവിടെ എത്തിച്ചേർന്നേ? 18 വർഷം മുന്നേ ഞാൻ മല്ലപ്പള്ളിയിലായിരുന്നു. മല്ലപ്പള്ളിയിൽ നിന്ന് പിന്നെ അവിടുത്തെ ഒരാള് ഇവിടെ മണർകാടുള്ള ഒരു അച്ചായൻ പറഞ്ഞതാ, ഇവിടെ ഇങ്ങനെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കും, പള്ളി അമ്പലമൊക്കെ അടുത്തിട്ടുള്ള കാരണമാണ് അങ്ങനെ വന്ന് എത്തിപ്പെട്ടതാണ്. തുടങ്ങി കുഴപ്പമില്ല, നല്ല രീതിയിൽ. പിന്നെ നാട്ടുകാരുടെ സഹകരണമൊക്കെ എങ്ങനെയുണ്ട്? നല്ല സഹകരണം. നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ദിവസം ശരാശരി നമ്മൾ എത്ര പപ്പടം ഉണ്ടാക്കുന്നുണ്ട്? നമ്മളിപ്പോ ഒരു 8,000 പപ്പടം ഒരു ദിവസം ഉണ്ടാക്കുന്നുണ്ട്. ഈ ഓണക്കാലത്ത് ഇതിന് പപ്പടത്തിന് കൂടുതൽ ഡിമാൻഡ് വരുന്നുണ്ടോ? ഉണ്ട്. ഈ ഓണക്കാലത്ത് നമ്മൾ എത്ര പപ്പടം ഉണ്ടാക്കാനുള്ളതാണ് നമ്മുടെ പരിപാടി, അല്ലെങ്കിൽ നമുക്കുള്ള ഓർഡർ ഒക്കെ? ഓർഡർ അനുസരിച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുള്ളൂ. രാത്രിയൊക്കെ ഇരുന്നിട്ട് ഉണ്ടാക്കി. ഈ പള്ളി പെരുന്നാള്, മണർകാട് പള്ളിയിൽ 8 നോമ്പ് പെരുന്നാളാണല്ലോ. അപ്പം പെരുന്നാളൊക്കെ പ്രമാണിച്ച് എല്ലാവരും ഇപ്പം വെജിറ്റേറിയൻ കഴിക്കുന്ന സമയമാണ്. അപ്പം പപ്പടത്തിന് കൂടുതൽ ആവശ്യക്കാർ വന്നിട്ടുണ്ടോ? ഉണ്ട്. പള്ളിയിലേക്കും അത്യാവശ്യം കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാ ദിവസവും നേർച്ചക്കഞ്ഞി വിതരണമൊക്കെ ഉണ്ട്. അപ്പം കഞ്ഞിക്ക് ഒരു കൂട്ടാനായിട്ട് പപ്പടമുണ്ട്. ആ പപ്പടവും അവര് ഇവിടുന്ന് തന്നെ മേടിക്കുന്നുണ്ട്. അങ്ങനെ കൂടുതൽ ഈ ഓണക്കാലത്ത് മൊത്തത്തിൽ ഓണവും പെരുന്നാളും എല്ലാം കൂടെ വന്നപ്പോൾ വർദ്ധിച്ച ആവശ്യമാണ് വന്നിരിക്കുന്നതെന്നാണ് പ്രകാശൻ ചേട്ടൻ പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ പപ്പടത്തിന് ഗുരുവായൂർ ലയാസ് എന്നുള്ള പേര് വന്നേ?
ലയാസ് പേര് വന്നത് ലയ മോളുടെ പേരാണ്, ലയ കൃഷ്ണ. അങ്ങനെ മോളുടെ പേര് വെച്ച് തുടങ്ങിയുള്ളൂ. പിന്നെ നമ്മുടെ സ്ഥലവും ശരി. തുടക്കം മുതൽ ഇതായിരുന്നു പേര്? തുടക്കം മുതൽ ഇത് തന്നെയായിരുന്നു പേര്. ഗുരുവായൂർ ലയാസ്, ഗുരുവായൂർ ചേട്ടന്റെ സ്ഥലമാണ്. ലയാസ് മോളുടെ പേരാണ്. ഗുരുവായൂർ ലയാസ് പപ്പടം, കാവുംപടി, മണർകാട്. ഇത് എന്റെ മൂത്ത ചേട്ടനാണ്. പുള്ളി ഓണത്തിന് മാത്രമായിട്ട് നമ്മളെ സഹായിക്കാൻ വരുന്നതാണ്. ഓണത്തിന് വിഷു അങ്ങനെ വിശേഷ ദിവസങ്ങളിൽ മാത്രം വന്ന് സഹായിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ പുള്ളി പോവും. ഇത് നമ്മളെ കൂട്ടുകാരനാണ്. പുള്ളി ഗൾഫിലായിരുന്നു. പിന്നെ ഗൾഫിൽ നിന്ന് പിന്നെ അവിടെ നിർത്തിയിട്ട് പിന്നെ എൻ്റെ കൂടെ കൂടി. ഇവിടെ ചേട്ടൻ എന്താ ചെയ്യുന്നത്? ചേട്ടൻ നമ്മുടെ മാവ് കുഴച്ച് മാവ് കുഴച്ച് ഷീറ്റാക്കി എല്ലാം ചെയ്യും, എല്ലാ മാർക്കും ചെയ്യും. പിന്നെ ബാബുചേട്ടനെ നമ്മൾ കണ്ടു. ബാബുചേട്ടൻ ആ പച്ച ഉടപ്പെട്ട ബാബുചേട്ടനാണ് ഇത് ഉണക്കിയെടുക്കുന്നത്. നമ്മളത് കണ്ടിരുന്നല്ലോ. ബാബുചേട്ടൻ നമ്മുടെ കൂടെ 15 വർഷമായിട്ടുള്ള പുള്ളിയാണ്. 15 വർഷമായിട്ട് 18 വർഷമായിട്ട് ചേട്ടൻ ഇവിടെ ഗുരുവായൂർ വിട്ടുപിടി എത്തിയിട്ടുണ്ട്. 15 വർഷമായിട്ട് ചേട്ടൻ കൂടെ ഉണ്ട് താനും. അപ്പം ചേട്ടന്റെ കൂടെ ആദ്യം കൂടിയ ആള് ബാബുചേട്ടൻ ആണ്. അത് കഴിഞ്ഞ് കൂടി തരാം. അതുകൂടി പിന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്, അവരൊക്കെ പോയി. നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന പപ്പടങ്ങളാണ് ഈ ഒരു അലമാരിയിൽ, ഈ ഒരു ഷെൽഫിൽ അടുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലെ ഗുരുവായൂർ ലയാസ് പപ്പടം, കാവുംപടി, മണർകാട് 14 പീസുള്ള ഒരു പാക്കറ്റാണ്. ഇതിന് 20 രൂപയാണ്. അതുപോലെ ഇവിടുന്ന് നമ്മൾ ഉണ്ടാക്കുന്ന മറ്റേ ബോളി പപ്പടം ഉണ്ടല്ലോ, ആ പപ്പടം കൊണ്ടുണ്ടാക്കുന്ന ബോളിയാണിത്. 35 രൂപയാണ്. ഇതിൽ എത്ര പീസ് ഉണ്ട് ചേട്ടാ? 4 പീസ്. 4 പീസുള്ള പപ്പട ബോളി സെറ്റാണ്. അതിന് 35 രൂപയാണ്. മേലെ 5 വലിയ ബോളി, 5 പപ്പട ബോളിയുള്ള ഒരു സെറ്റാണിത്. ഇതിന് 50 രൂപയാണ് വില. ഇവിടുന്ന് തന്നെ ഉണ്ടാക്കിയ മറ്റേ ബോളി പപ്പടം കൊണ്ടുണ്ടാക്കിയ പപ്പട ബോളിയാണ്. 5 ഉള്ള ഒരു സെറ്റ്, 50 രൂപ. ഇതാണ് ഗുരുവായൂർ ലയാസിന്റെ കുരുമുളക് പപ്പടം, പെപ്പർ മസാല സ്പെഷ്യൽ പപ്പടം. 30 രൂപയാണ്. എത്ര പീസാണ് ചേട്ടാ ഇത്? 15 പീസ്. 15 പീസ് 30 രൂപ. ഇത് കുട്ടികൾക്കുള്ള കുട്ടിപ്പപ്പടമാണ്. ഇത് 60 ഗ്രാം. ഇത് ഗ്രാം കണക്കിലാണ് കൊടുക്കുന്നത്. ഈ ഒരു പാക്കറ്റ് 60 ഗ്രാമാണ്. ഇതിന് 20 രൂപയാണ് കുട്ടിപ്പപ്പടം. ഗുരുവായൂർ ലയാസ്. കടകളിലേക്കും കസ്റ്റമേഴ്സിന്റെ കൈകളിലേക്കും ഒക്കെ പപ്പടം എത്തുന്നതിന് മുമ്പുള്ള അവസാന പടിയാണ് അത് പാക്ക് ചെയ്യണം. നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ പപ്പടം, ഉണക്കിയെടുത്ത പപ്പടം പാക്ക് ചെയ്യുന്ന പരിപാടിയാണ് ഇനി ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഇത് അവസാന ഘട്ടമാണ്. ഗുരുവായൂർ ലയാസിൽ പപ്പടം ഉണ്ടാക്കുന്ന വിശേഷങ്ങളൊക്കെ നമ്മൾ ആദ്യാവസാനം കണ്ടു കഴിഞ്ഞു. ഓണത്തെ വരവേൽക്കാനുള്ള വലിയ തിരക്കിലാണ്, വലിയ അധ്വാനത്തിലാണ് അവർ. ഇപ്പം ഓണക്കാലമായതോടെ അതുപോലെ മണർകാട് പള്ളിയിലെ 8 നോമ്പ് പെരുന്നാൾ, അവിടെ നേർച്ചക്കഞ്ഞി ഉണ്ടായിരുന്നു. അവരെല്ലാവരും വലിയ വ്രതത്തിലായിരുന്നു, നോയമ്പിലായിരുന്നു. അതുകൊണ്ട് തന്നെ പപ്പടത്തിന് ഈ ലോക്കൽ ഏരിയയിൽ തന്നെ വർദ്ധിച്ച ഒരു ആവശ്യമുണ്ടായിരുന്നു. എന്തായാലും ഓണക്കാലത്തെ വരവേൽക്കാൻ പപ്പടം ഉണ്ടാക്കുന്നതിൻ്റെ തകൃതി പണിയിലാണ് പ്രകാശൻ ചേട്ടനും സംഘവും. ഗുരുവായൂർ ലയാസ് അവിടെ നമ്മൾ ഇത് മാർക്കറ്റിലേക്ക്, കടകളിലേക്ക് പോകാനുള്ള പപ്പടം ഇങ്ങനെ പാക്കറ്റുകളിലാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പാക്കറ്റുകൾ, ഇതുപോലുള്ള ഒരുപാട് ചെറുതും വലുതുമായ പാക്കറ്റുകൾ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ കേറ്ററിംഗുകാർക്ക്, സദ്യക്കാർക്കൊക്കെ കൊടുക്കാനുള്ള ലൂസായിട്ടുള്ളത് 2000, 5000, 4000 ഒക്കെ പാക്കറ്റുകൾ വേറെ ഒരുക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഓണത്തെ വരവേൽക്കാനുള്ള വലിയ തയ്യാറെടുപ്പിലാണ് പ്രകാശൻ ചേട്ടൻ്റെ ഗുരുവായൂർ ലയാസ് എന്ന പപ്പട നിർമ്മാണ യൂണിറ്റ്. പ്രകാശൻ ചേട്ടനും ഗുരുവായൂർ ലയാസിനും ഗുരുവായൂർ ലയാസിൻ്റെ എല്ലാ ആരാധകർക്കും സമ്പൽ സമൃദ്ധി, ഐശ്വര്യങ്ങൾ നിറഞ്ഞ ഓണം ആശംസിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.